ഇതാണ് കൈപ്പങ്ങൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി പോകണ മട കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി പോവുക കണ്ടോ. ഇത്ര ഗ്യാപ്പുള്ളൂ. ഇതാണ് ഏട്ടാ ഇതിൻ്റെ ഫോണ് ഗ്യാപ്പില്ലേ കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ലോകാണ്. ഇതിങ്ങനെ താത്തി വെക്കണം അല്ലേ. അത് നമ്മള് താത്തി വെച്ചെങ്കിൽ പറിക്കുമ്പോഴും പിന്നെ ഈ വെയിലത്ത് ഇത് പിന്നെ ഇതിപ്പോ നനച്ചപ്പോ ഇന്നലെ വൈകുന്നേരം നനച്ച ഇത് ഗ്രീൻ കളർ അല്ലേ. ഗ്രീൻ ആലത് ഇതിങ്ങനെ താത്തി വെക്കാഞ്ഞാല് താത്തി വെക്കാഞ്ഞാല് വെയിലത്ത് പിന്നെ പന്തലിനെ കറങ്ങ ഒരു ഭാഗം കൊള്ളും. അപ്പൊ പിന്നെ നീളം ഇതാക്കൂലല്ലേ. ഇതൊക്കെ അത്യാവശ്യം പറിക്കാനേക്കണല്ലോ അല്ലേ. ഞായറാഴ്ച ഇന്നലെ നിങ്ങളെവിടെ കൊടുക്കല് കൈപ്പങ്ങ? നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ. വേറെ കുഞ്ഞാ കൃഷി തന്നെ. വായ പൂള അതൊക്കെ അല്ലേ. ഇപ്പൊ ഏകദേശം വിളവ് പകുതി ആയപ്പോ മഴ വേനല് കുറച്ച് വെയിലറച്ചോണ്ടല്ലേ. പക്ഷെ വേനൽക്ക് നനച്ചു കൊടുത്ത് നല്ലോണം കായ്ക്കൂലേ പൂവും ഫ്ലവറും അല്ലേ. പ്രധാനല്ലേ. ഇതുണ്ടോ നല്ല പച്ച കൈപ്പങ്ങ കേട്ടോ. കണ്ടോളി ഏതാ കൈപ്പങ്ങ. നല്ല രസമുള്ള കൈപ്പങ്ങ. നല്ല ഗ്രീൻ കളർ കേട്ടോ. മറ്റേ വൈറ്റ് ഇതാണ് നല്ലത്. പച്ച പോളൂല്ലേ. പക്ഷെ ഏറ്റവും നല്ല ഇതാണ്. നമുക്കിപ്പോ വില അധികം കിട്ടുന്നത് പിന്നെ വെള്ളക്ക. പക്ഷെ വിറ്റാമിൻസ് ആണ് പച്ചക്ക. അത് ജനങ്ങൾക്ക് അറിയില്ല. പക്ഷെ നല്ല കയ്പ് കഴിക്കണമെങ്കിൽ പച്ച കഴിക്കണം. ചില ആൾക്കാർക്ക് എനിക്ക് പച്ച ഇഷ്ടം. ഇത് ഇങ്ങനെ കളിക്കുന്ന മുടി നമ്മളിങ്ങനെ താത്തി കൊടുക്കണം അല്ലേ. എന്നാലേ ഒരു ഇതാവുള്ളൂ അല്ലേ. ഇപ്പൊ തൂങ്ങി കളിക്കുന്നതിലേറെ കായ താത്തി കൊടുക്കണല്ലേ. നമ്മള് കൊടുക്കുന്നില്ല. ടൈം വേണം അതിന്. ടൈം വേണം. അവിടെ ഒരു പന്തലുണ്ട് വേറെ. അവിടെ നിന്ന് റോട്ടിൽ നിന്ന് കാണുന്നത് അത് നിങ്ങൾ തന്നെ. റോട്ടിൽ നിന്ന് കാണുന്നതല്ല അതിനപ്പുറത്ത് അവിടെ ഇതേ മരക്കന്നെ വന്നില്ല. ഏതാനും പറയായല്ല ആയതല്ലേ. ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ തുടങ്ങി ഇതായിക്കൊണ്ടിരിക്കില്ല. കായ അതിലുണ്ട് ഉണ്ടല്ലേ. ആല പോലെയാണ് കണ്ടോളി കേട്ടോ. നല്ല ഗ്രീൻ കളർ. ഇതിനിപ്പോ എന്താ വളങ്ങൾ കാര്യങ്ങൾ എടുത്ത് വെള്ളം പിന്നെ നമ്മള് ആടുകളുണ്ട്. ആടുമാളുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. കാരണം ഞാൻ ഒരു ആടും കർഷകനാണ് ആദ്യം. പിന്നെ ഇപ്പൊ നിർത്തി. ആടും വളം ഉണ്ടെങ്കിൽ പിന്നെ യാതൊരു വളം നോക്കണ്ട അല്ലേ. ആട്ടുംകാടുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത്രയും അടിപൊളി സാധനമാണ് അല്ലേ ഏട്ടോ. നിങ്ങള് ഒക്കെ നിങ്ങൾ തന്നെ പറിക്കാരൊക്കെ എല്ലാം നിങ്ങൾ തന്നെ ചെയ്യൂലേ. എന്നിട്ട് ചെറിയ മോനുണ്ട് ഓന് കമ്പുണ്ടല്ലേ. അല്ലാത്തവരെ പറ്റൂലല്ലേ. ഇത് സാധാ പുതിയ തലമുറ ഒന്നും വരുന്നില്ലല്ലേ കൃഷിയിലേക്ക് അല്ലേ. ആര് വരുന്നല്ലേ. നിങ്ങൾ എത്ര വർഷമായി? എനിക്ക് 63 വയസ്സായി. ഇതിലടിക്ക് ഞാനൊരു 15 വർഷം കച്ചവടം ചെയ്ത്. എന്ത് വെച്ചോ? പിന്നെ കൃഷിയിലേക്ക്. കൃഷി തന്നെയാണ് നമ്മളെ കൃഷി തന്നെയാണ് നമ്മളെ സാരണം. മണ്ണിൽ പണി എടുത്ത് തീർക്കാണ്ട് പോന്നാണല്ലേ. എന്താ അറിയോ പിന്നെ നമുക്ക് കമ്പതാണ്. മറ്റേ ഇതാകുമ്പോ നമ്മളെ സാധ്യത ഇങ്ങനെ വലിയ വലിയ കടകളൊക്കെ വന്നപ്പോൾ അന്നൊക്കെ ചില്ലറ 100, 50 ഒക്കെ പെയിന്റിന്. ഇപ്പൊ അതിന്റെ വീണാൽ ഇതാണ് വലിയ കൂടുതലാകാൻ പാടില്ലല്ലേ. നല്ലോണം നോക്കണല്ലേ. മുകളിലും കയ്യെത്താഞ്ഞ പ്രശ്നം. അങ്ങനെ പമ്പടിക്കണ്ട. അരുവാത്തോണ്ട് പറിക്കരുതില്ലേ. കത്രിക്കൊണ്ട പറിക്കല്ലേ. ചതവ് വരൂലേ.